ഡിയേഴ്സ്, നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ ലീഫ്, ലെറ്റേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ലെറ്റേഴ്സൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ലെയറിലൊക്കെ എടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ ലൈനിൽ നിന്ന് ഇതുപോലെ ത്രെഡ് കുത്തിയെടുത്തതിന് ശേഷം നേരെ താഴത്തെ ലൈനിലോട്ട് കുത്തി ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്, പക്ഷേ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. ത്രെഡ് നമ്മൾ താഴത്തോട്ടേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നീഡിൽ വീണ്ടും മുകളിലത്തെ ലൈനിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. അതിനുശേഷം നേരെ താഴത്തോട്ട് ഇറക്കി കൊടുക്കുക. സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തു പോവുക. നീഡിൽ ഇതുപോലെ കുത്തുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പ് വരാതെ വേണം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് കാണാൻ ഒട്ടും ഭംഗിയുണ്ടാവില്ല. ഇതുപോലെ തന്നെ ഈ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫ്രെയിം ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇതുപോലെ കറക്റ്റ് ലൈനിലൂടെ തന്നെ ഫില്ല് ചെയ്ത് പോവുക. സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഇത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലെറ്ററും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ലീഫ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലീഫിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്തിരിക്കുന്നത് 3 ലെയറിൽ തന്നെയാണ്. ലീഫിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തു പോവേണ്ടത്. നമ്മളിവിടെ ലീഫിനെ 2 പാർട്ടാക്കിയില്ലേ, അതിലൊരു പാർട്ട് ഫില്ല് ചെയ്തിട്ട് അടുത്ത പാർട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കാൻ പാടില്ല. 2 പാർട്ടും കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് വരച്ചു കൊടുത്ത ലൈനിലൂടെ തന്നെ നീഡിൽ കുത്തിയെടുക്കണം. നമ്മളിപ്പോൾ 5-6 സ്റ്റിച്ചോളം ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ സ്റ്റിച്ചുകൾ മറു സൈഡിലും ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.